ബിന്ദു കൃഷ്ണയിലേക്ക് പോവുകയാണ്. ബിന്ദു, ആദ്യം നമ്മൾ മുകേഷിന്റെ കേസ് എടുക്കുകയാണ്. മുകേഷിനെതിരെ ഇന്നലെ ഒരു ആരോപണം ഉയർന്നു. ആ ആരോപണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലും വന്നതാണ്. ഇന്നിപ്പോൾ ഒരു നടിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചെറിയ ആരോപണമല്ല, വലിയ രൂപത്തിൽ തന്നെയുള്ള ആരോപണമാണ്. അതൊരു റേപ്പ് അറ്റംപ്റ്റ് തന്നെയാണ്. നിലവിൽ ഈ വിഷയത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രതിഷേധ പരിപാടി കോലം കത്തിക്കലടക്കമുള്ള നടത്തിയിട്ടുണ്ട്. പക്ഷേ MLA സ്ഥാനത്തു നിന്ന് തന്നെ മുകേഷ് മാറണം എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം? ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ആവർത്തിച്ച് സ്ത്രീപീഡന ആരോപണ വിധേയനാകുന്ന ഒരാൾ MLA സ്ഥാനത്ത് തുടരുന്നത് തീർച്ചയായും ആ അന്വേഷണത്തെ ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത്, ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച ഇരകൾ പരാതി കൊടുത്താൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് തോന്നുന്നില്ല. അത്രമേൽ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. എത്ര കുറ്റാരോപണം വന്നാലും, എത്ര സ്ത്രീകളെ ആക്രമിച്ചുവെന്ന പരാതി വന്നാലും, എത്ര പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി വന്നാലും, മോശമായി പെരുമാറി എന്ന പരാതി വന്നാലും ഒന്നും പ്രശ്നമല്ല, ഞങ്ങളുണ്ട് സംരക്ഷിക്കുവാൻ എന്ന സന്ദേശമാണ് നിലവിൽ നമുക്ക് ബോധ്യമാകുന്നത്. ഇന്ന് പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ നടൻ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ, ഒരു അധികാരത്വ സ്ഥാനത്തിരിക്കുന്ന ആളിനെതിരെ അന്വേഷണം ആരംഭിച്ചാൽ ആ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുന്നതാണ് കൂടുതൽ ഉചിതം. പ്രത്യേകിച്ചും അന്വേഷണ ഏജൻസികളിൽ ദുസ്വാധീനം നടത്തുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രതിപക്ഷ MLAക്കാണ് അത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ഭരണകക്ഷി അദ്ദേഹത്തെ സഹായിക്കുമെന്ന് സാമാന്യ യുക്തിക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അത് മാത്രവുമല്ല, ഇവിടെ സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ സിനിമാ നയ രൂപീകരണ വേദിയിലും സർക്കാർ കൊട്ടിഘോഷിച്ച് ഇരകളെയും വേട്ടക്കാരെയും ഇരുത്തി നടത്താൻ പോകുന്ന കോൺക്ലേവും അത്തരം കാര്യങ്ങൾ നയരൂപീകരണ സമിതി, ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമുള്ള സമിതിയിൽ പോലും അദ്ദേഹം അംഗമാണ്. ആ അംഗത്വം ഈ 3 മണിക്കൂറുകളായി അദ്ദേഹത്തിനെതിരെ നിരന്തരമായ ആരോപണങ്ങൾ വന്നിട്ടും അദ്ദേഹത്തെ ആ സമിതിയിൽ നിന്നെങ്കിലും മാറ്റി നിർത്താൻ തയ്യാറാകാതെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ധൈര്യത്തിനാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പക്ഷേ അന്വേഷണത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുന്നത്? അന്വേഷണമൊന്നും ഈ സർക്കാർ നടത്താൻ പോകുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും കേരളത്തിന്റെ പൊതുമനസാക്ഷി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ചേരുകയാണ്. ബിന്ദു, അതെ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം ചേരുമ്പോൾ ആ അന്വേഷണ സംഘത്തിൽ ഈ സർക്കാർ തന്നെ നൽകുന്ന സന്ദേശം സ്ത്രീ വിരുദ്ധതയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥകളെ വെച്ചുകൊണ്ടൊരു ഒരു ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് മികച്ച IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ, അല്ലാതുള്ളവർ ആ കൂട്ടത്തിലുണ്ട് എങ്കിൽ പോട്ടെ, മികച്ച IPS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ വെച്ചുകൊണ്ടൊരു ടീം രൂപീകരിച്ചിട്ട് ആ ടീമിന് നേതൃത്വം നൽകാൻ ഒരു പുരുഷൻ, ആ ടീമിന് മേൽനോട്ടം നയിക്കാൻ വേറൊരു പുരുഷൻ. ഇതെന്താ സ്ത്രീകൾക്ക് കഴിവില്ലേ? ഇവരെല്ലാം IPS കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ വാങ്ങിയത്? അവരൊക്കെ സർവീസിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രവർത്തിച്ചല്ലേ? SP-മാരായും ACP, അവർ അസിസ്റ്റന്റ് കമ്മീഷണർമാരായും ഒക്കെ, അല്ലെങ്കിൽ അവർ ആദ്യകാലത്ത് പ്രൊബേഷൻ പീരീഡിലൊക്കെ പ്രവർത്തിക്കുകയും ഫീൽഡിൽ പ്രവർത്തിക്കുകയും പിന്നീട് കമ്മീഷണർമാരായി ജില്ലയുടെ ചുമതലയൊക്കെ വഹിക്കുകയും സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് നിരവധി കേസ് അന്വേഷണങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥരെ പോലും പോലീസ്, ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വിശ്വാസമില്ല. അതിൻ്റെ മേളിലൊരു പുരുഷനെ കൂടി വെച്ചാലേ അത് ശരിയാവൂ എന്ന് കാണുമ്പോൾ എന്തൊക്കെയോ മറയ്ക്കാനോ ഒളിക്കാനോ അല്ലേ ഈ ടീമെന്ന് സ്വാഭാവികമായൊരു സംശയം ഓരോ മലയാളിക്കും ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ അത് മാറ്റുമെന്നൊക്കെ പറഞ്ഞു വന്നു, പക്ഷേ കൃത്യമായ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭാധനങ്ങളായ സഹോദരിമാർ, പെൺകുട്ടികളുണ്ട്, യുവതികളുണ്ട്, മുതിർന്ന സ്ത്രീകളുണ്ട്, വിവിധ പ്രായത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവരുടെ തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആരോപണം രാഷ്ട്രീയ ആരോപണമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നുള്ള വാദമാണ് മുകേഷ് ഉയർത്തുന്നത്. ദുർബലമാണ് എങ്കിൽ പോലും ഇപ്പോൾ നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തലാണല്ലോ ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായി ഉയർന്നിരിക്കുന്നത്. മുകേഷ് അടക്കമുള്ള ഒരുപാട് നടന്മാർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനെതിരെയും ആരോപണമുണ്ട്. ഒന്നാമതായി ശ്രീ മുകേഷ് ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ പ്രേരിതമായാണ് എനിക്കെതിരെ യുവതികൾ അല്ലെങ്കിൽ സിനിമാ നടിമാർ ആരോപണം ഉന്നയിക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ്?
ഏത് രാഷ്ട്രീയമാണ്? ഈ വനിതകൾക്ക് എന്ത് രാഷ്ട്രീയമെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന മുകേഷിൻ്റെ വാദമുഖം നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ, അദ്ദേഹത്തിൻ്റെ ആളുകളുടെ കയ്യിലല്ലേ ഭരണമുള്ളത്. എവിടെ ഗൂഢാലോചന നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ തെളിയിക്കൂ. എന്തായാലും ഞങ്ങളാരും ആ ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ ഭാഗമല്ല. ഞാനോ എൻ്റെ പാർട്ടിയോ അത്തരമൊരു പ്രവർത്തനത്തിന് ഇന്നുവരെ മുതിർന്നിട്ട് നാളെ മുതിരാനും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്നത് എസ്കേപ്പിസം മാത്രമാണ്, അത് തികഞ്ഞും ദുർബലമാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചല്ലോ കോൺഗ്രസ് നേതാവിനെതിരായി ഒരു ആരോപണം ഉയർന്നു വന്നു. തീർച്ചയായും ആ ആരോപണം അന്വേഷിക്കണം. ഈ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ലെ ഇനിയിപ്പോൾ വേറെ പാർട്ടിയെന്നോ പാർട്ടി ഇല്ലാത്തവരെന്നോ ഒന്നും ബാധകമല്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ. സ്ത്രീകളോട് മോശമായി പെരുമാറുകയും അവരുടെ പാഷനോ അല്ലെങ്കിൽ അവരുടെ കരിയറോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് നിലനിൽക്കേണ്ട ഇടങ്ങളിൽ ചെന്ന് അവരെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മുതിരുകയോ ചെയ്യുന്നത് ഏറ്റവും കിരാതമായ കുറ്റകൃത്യം തന്നെയാണ്. ആ കുറ്റകൃത്യത്തിന് ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന ഭാരതീയ ന്യായ സംഹിത അനുശാസിക്കുന്ന രീതിയിൽ തന്നെ അത്തരം കേസുകളെ കൈകാര്യം ചെയ്യണമെന്നുള്ള കൃത്യമായ നിലപാടാണുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.